പാർട്ട് 1 ഓൾറെഡി കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ദാറ്റ് ഫിനിഷിംഗ് ദിസ് റൂം വാസ് നോട്ട് ദി ഹാർഡ് പാർട്ട്. ദ ഹാർഡ് പാർട്ട് വാസ് ഫൈനലി ഷെയറിങ് ഇറ്റ്. കുറേ കാലമായിട്ട് ദിസ് മേക്ക് ഓവർ സ്റ്റേഡ് ഇൻസൈഡ് മൈ ഗാലറി ആൻഡ് ഇൻസൈഡ് മൈ ഹെഡ്. ഞാനൊരു പെർഫെക്റ്റ് ടൈം വരാൻ വേണ്ടിയിട്ട്, എൻ്റെ എഡിറ്റിംഗ് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ടൈം വന്നില്ല. ബിക്കോസ് പെർഫെക്റ്റ് ടൈം എന്നൊരു സംഭവം ഇല്ലല്ലോ. സോ ഐ ജസ്റ്റ് സ്റ്റോപ്പ് വെയിറ്റിംഗ് ആൻഡ് ജസ്റ്റ് ബിഗാൻ. ഈ റൂം എൻ്റെ ഒരുപാട് വേർഷൻസ് ഈ മേക്ക് ഓവറിൻ്റെ ഉള്ളിൽ തന്നെ കണ്ടിട്ടുണ്ട്. ദ ഡ്രീമിങ് മീ, ദ പ്രൊക്കാസ്റ്റിനേറ്റിംഗ് മീ, ദ ഓവർവെൽംഡ് മീ, ഫൈനലി ദ വേർഷൻ ഓഫ് മീ ദാറ്റ്സ് ചൂസിങ് ടു ഷോ അപ്പ്. ഓരോ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും ലിറ്റിൽ ബൈ ലിറ്റിൽ എവറിത്തിങ് സ്റ്റാർട്ടഡ് ടു കമ്മിങ് ടുഗെദർ. ആൻഡ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ നൺ ഓഫ് ദീസ് പ്രോജക്ട്സ് ആർ എക്സ്പെൻസീവ്. മോസ്റ്റ് ഓഫ് ദം ആർ DIYs, ചെറിയ ചെറിയ അപ്ഗ്രേഡ്സ് ആൻഡ് a lot of trial and error. And എങ്ങനെയൊക്കെയോ all those small changes transform the complete feeling of the room. ഒരു മേക്ക് ഓവറായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് എനിക്ക് തോന്നുന്നു ഇറ്റ് ഈസ് എ റിമൈൻഡർ ദാറ്റ് വി ഡോണ്ട് നീഡ് എ പെർഫെക്റ്റ് പ്ലാൻ ടു മേക്ക് സംതിങ് ബ്യൂട്ടിഫുൾ. ആൻഡ് ഹിയർ ഈസ് ദ ഫൈനൽ റിസൾട്ട്. കുറച്ച് പെയിൻറ്റ്, എ ഫ്യൂ ഐഡിയാസ്, കുറേ റീഅറേഞ്ചിങ് ആൻഡ് സംഹൗ എവറിത്തിങ് ചേഞ്ച്. ദിസ് ഈസ് വാട്ട് ഇറ്റ് ബിക്കേം. വെൽക്കം ടു ദി പാർട്ട് 2 ഓഫ് ദി റൂം മേക്ക് ഓവർ സീരീസ്. ഫസ്റ്റ് പ്രൊജക്റ്റ് ഒരു വാൾ മിററാണ്. റൂമിന് ഒരു ഫുൾ ലെങ്ത് മിറർ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഇങ്ങനത്തെ. പക്ഷേ റൂം നല്ല ചെറുതായതുകൊണ്ട് സ്റ്റാൻഡിങ് മിറർ വാസ് നോട്ട് പ്രാക്ടിക്കൽ. സോ ഒരു വാൾ മിറർ സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പറ്റിയ മിറർ കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. റെഡിമെയ്ഡ് മിറേഴ്സിലെല്ല ഈ പൂക്കളും പൂമ്പാറ്റകളും, അതും ഈ റോസും പച്ചയും കളർ എനിക്കൊന്നും ഇഷ്ടമില്ല. സോ ഐ ബോട്ട് എ പ്ലെയിൻ ഓവൽ മിറർ ആൻഡ് ബ്രോട്ട് ഇറ്റ് ഹോം. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉമ്മയാണ് അത് പിടിച്ച് ബാക്കിലിരുന്നത് കേട്ടോ. മിറേഴ്സ് ഫ്രജൈലല്ലേന്ന് വിചാരിച്ചിട്ട് അത് പിടിപ്പിക്കാൻ ഞാൻ ഹെൽപ്പിനൊക്കെ ആളെ വിളിച്ചു. അവർ നട്ടും ബോൾട്ടൊക്കെ ഇട്ടിട്ട് വല്ലാതങ്ങ് മുറുക്കി. ബട്ട് അത് കുറച്ചധികം ടൈറ്റ് ആയതുകൊണ്ടോ എന്തോ ക്രാക്ക് വന്നിട്ട് അത് പൊട്ടി. എനിക്ക് അത്യാവശ്യം നല്ല പാഡടിച്ച്. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. ഞാൻ അപ്പം തന്നെ വണ്ടി എടുത്തിറങ്ങി വേറൊരെണ്ണം വാങ്ങിച്ചു. ആക്ച്വലി വരുന്ന വഴി നല്ലോണം സങ്കടം വന്ന്. എന്തായാലും ദിസ് ടൈം ഞാൻ വാങ്ങിച്ചത് ഒരു റെക്ടാങ്കുലർ വണ്ണാണ്. ബിക്കോസ് ഫ്രെയിം വെക്കാൻ അതാണ് കുറച്ചുകൂടി ഈസി എന്ന് എനിക്ക് മനസ്സിലായി. I already had some leftover mica sheets from the cupboard makeover, so custom frame ഉണ്ടാക്കാൻ ഇത്തവണ അതാണ് യൂസ് ചെയ്തത്. And in the end, I think it turned out even better than my original plan. ഇവിടുത്തെ ഒറിജിനൽ കബോർഡ് ഈ റൂമിൻ്റെ ഫൈനൽ ലുക്കിന് ഒട്ടും മാച്ചിങ് അല്ലാത്തതുകൊണ്ട് I ordered some wallpaper and decided to give both the cupboard and the bathroom door a refresh. ആദ്യം ഹാൻഡിൽസ് റിമൂവ് ചെയ്തു. വാൾപേപ്പർ മെഷർ ചെയ്ത് കട്ട് ചെയ്തിട്ട് ആൻഡ് ഐ കെയർഫുള്ളി അപ്ലൈഡ് ഇറ്റ് ഓൺ ദി സർഫസസ്. എല്ലാം സ്മൂത്ത് ആൻഡ് ബബിൾ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു കോട്ടൺ ക്ലോത്ത് വെച്ച് പ്രസ് ചെയ്തിട്ടാണ് അത് മൊത്തത്തിൽ ഒട്ടിച്ചത്. ലക്കിലി അന്ന് മോയെ വീട്ടിലുണ്ടായിരുന്നു. സോ വി ടേൺഡ് ഇറ്റ് ഇൻ ടു എ ലിറ്റിൽ DIY പ്രൊജക്റ്റ് ടുഗെദർ. സംഭവം ഈ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കത്തി ഉണ്ടല്ലോ, അത് ഉമ്മ കിച്ചണിൽ ഒരു മണിക്കൂറായി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മോയെ ഒരു പെർഫെക്ഷനിസ്റ്റ് ആയത് എന്തുകൊണ്ട് നന്നായി. സംഭവം നല്ല ഉഷാറായിട്ട് അപ്ലൈ ചെയ്ത് കിട്ടി. ഒരു സൈഡ് ഫിനിഷ് ചെയ്തപ്പം ഇങ്ങനെ ഉണ്ടായിരുന്നു ലുക്ക്.
Once the wallpaper was in place, handles reattach ചെയ്തു. ബാത്റൂം ഡോറിനും സെയിം പ്രോസസ്സ് തന്നെയാണ് ഫോളോ ചെയ്തത്. സോ ഐ ഡിഡൻറ്റ് ഫിലിം ദാറ്റ് പാർട്ട്. ബട്ട് ടുഗെദർ ഈ ചെറിയ ചേഞ്ചസ് തന്നെ ഒരു ഹ്യൂജ് ഡിഫറൻസ് ആണ് ഉണ്ടാക്കിയത് കേട്ടോ. ഈ പ്രൊജക്റ്റിൽ ഐ വാണ്ടഡ് ടു ആഡ് എ ലിറ്റിൽ മോർ പേഴ്സണാലിറ്റി ആൻഡ് കളർ ടു ദ റൂം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമ്മുടെ മോട്ടോ. സോ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന ഒരു ബ്രോക്കൺ ഫോട്ടോ ഫ്രെയിം അപ്സൈക്കിൾ ചെയ്യാണ് ചെയ്യുന്നത്. ആദ്യം അതിലെ ബ്രോക്കൺ ഗ്ലാസും പിക്ചറും എല്ലാം റിമൂവ് ചെയ്തു. Then painted the frame yellow to match the room's color palette. എന്തായാലും സ്പ്രേ പെയിൻറ്റ് വാങ്ങിയതല്ലേ എന്ന് വിചാരിച്ച് സെയിം സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഒരു പഴയ ടെക്സ്റ്റേർഡ് പ്ലാസ്റ്റിക് ബോട്ടിലും പെയിൻറ്റ് ചെയ്ത് വെച്ചുട്ടോ. ബട്ട് ഓൾറെഡി ഫ്രെയിം കുറച്ച് ഫ്രെജൈലായതുകൊണ്ടോ അതിനെ സ്പ്രേ പെയിൻറ്റ് വീക്കനാക്കിയതുകൊണ്ടോ എന്താണെന്നറിയില്ല, സാധനം പൊട്ടി 4 പീസായി. അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് വേറെ ഒരു ഫ്രെയിം തപ്പിയെടുത്തപ്പോൾ ഐ സ്കിപ്പ് ദ പെയിൻറ്റിങ്. കൊളാഷിന് വേണ്ടിയിട്ട് ഐ സെലക്റ്റഡ് എ കളക്ഷൻ ഓഫ് എസ്തെറ്റിക് ഇമേജസ് ദറ്റ് മാച്ച് ദ മൂഡ് ആൻഡ് കളേഴ്സ് ഓഫ് ദ റൂം. നമ്മുടെ മേക്ക് ഓവറിൻ്റെ മെയിൻ കളർ യെല്ലോ ആയതുകൊണ്ട് ഐ ചൂസ് പിക്ചേഴ്സ് വിത്ത് കോംപ്ലിമെൻ്ററി ടോൺസ്. അങ്ങനെ ആവുമ്പോൾ എവറിത്തിങ് വിൽ ഫീൽ ബ്രൈറ്റ്, കോയ്സീവ് ആൻഡ് കളർഫുൾ. കൊളാഷിൻ്റെ പ്രിൻ്റ് എടുത്തപ്പോൾ ഞാൻ ഗ്ലോസി പേപ്പറിലാണ് കേട്ടോ പ്രിൻ്റ് എടുത്തത്. ആൻഡ് സത്യം പറഞ്ഞാൽ എനിക്ക് ഫൈനൽ റിസൾട്ട് ഭയങ്കര ഇഷ്ടമായി. അത് പിന്നെ ചിലപ്പോഴൊക്കെ അങ്ങനെ ആണല്ലോ. Sometimes the project that don't go according to the plan end up becoming your favorites. റൂം നല്ല ചെറുതായതുകൊണ്ട് വേറെ ഒരു ടേബിൾ കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബട്ട് എനിക്കാണെങ്കിൽ ഒരു സ്മോൾ വർക്ക് സ്പേസ് വേണമായിരുന്നു where I could keep my laptop, read or work comfortably. സോ പ്രാക്ടിക്കലി ആൻഡ് സ്പേസ് സേവിങ് ആയ ഒരു ഓപ്ഷന് വേണ്ടി ഞാൻ ഓൺലൈനിൽ ഒരുപാട് സെർച്ച് ചെയ്തു. ബട്ട് എല്ലാം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. സോ നാച്ചുറലി ഐ ഡിസൈഡഡ് ടു ടേൺ ഇറ്റ് ഇൻ ടു അനദർ DIY പ്രൊജക്റ്റ്. ഞാൻ ഈ ഐഡിയ മൂയായിട്ട് ഷെയർ ചെയ്തപ്പോൾ അവനാണ് എനിക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ സ്കെച്ച് ചെയ്ത് തന്നത്. അതും വെച്ച് ഞാൻ വാപ്പാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫർണിച്ചർ ഷോപ്പിൽ പോയി ഡിസ്കസ് ചെയ്ത് അവിടെ ലെഫ്റ്റ് ഓവർ സ്റ്റീൽ പീസസ് ഒരുപാടുണ്ടായിരുന്നു. എനിക്ക് അഡീഷണലായിട്ട് കുറച്ച് സ്ക്രൂസ്, ക്ലിപ്സ് ആൻഡ് വീൽസ് മാത്രമേ വാങ്ങേണ്ടി വന്നുള്ളൂ. കബോർഡ് മേക്ക് ഓവറിന് ലെഫ്റ്റ് ഓവർ മൈക്ക ഷീറ്റ്സ് ആണ് കേട്ടോ യൂസ് ചെയ്തത്. വാട്ട് ഐ ലവ് മോസ്റ്റ് അബൌട്ട് ദിസ് ടേബിൾ ഇസ് ദാറ്റ് യൂസ് ചെയ്യാത്ത ടൈമിൽ ഫോൾഡ് ചെയ്ത് വെക്കുക, ആവശ്യമുള്ളപ്പോൾ ബെഡിലേക്ക് നീക്കി വെച്ച് യൂസ് ചെയ്യാം, വിച്ച് മേക്സ് ഇറ്റ് പെർഫെക്റ്റ് ഫോർ എ സ്മോൾ സ്പേസ്. അപ്പോൾ മേജർ പ്രോജക്ട്സ് എല്ലാം ഫിനിഷ്. നൗ ഇറ്റ്സ് ടൈം ടു അൺബോക്സ് ആൻഡ് അസംബിൾ ദ ഐറ്റംസ് ഐ ബോട്ട് ഓൺലൈൻ. ഫസ്റ്റ് ഈ ഒരു ഫോൾഡബിൾ വുഡൻ കോഫി ടേബിളാണ്. ഇതിൻ്റെ കുറേ വേർഷൻസ് ഓൺലൈനിൽ അവൈലബിൾ ആണ് കേട്ടോ. ബട്ട് ഐ ബോട്ട് എ ഗുഡ് ക്വാളിറ്റി അഫോർഡബിൾ വൺ. എനിക്കൊക്കെ ഇരിക്കാൻ പറ്റും കേട്ടോ ഇതിൽ, അത്രയൊക്കെ വെയിറ്റ് ഒക്കെ താങ്ങും. നെക്സ്റ്റ് വാസ് ദിസ് വൈറ്റ് ക്ലോത്തിങ് റാക്ക്. ഇത് ഞാൻ നോക്കി വെച്ചിട്ട് കാലം കുറേയായി. റൂമിന് പെർഫെക്റ്റ് മാച്ച് ആയിട്ടുള്ളൊരു എസ്തെറ്റിക് പീസാണിത്. ഇത് അസംബിൾ ചെയ്യാൻ നല്ല ഈസി ആട്ടോ. അതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവലും ആവശ്യമുള്ള ഹാർഡ്വെയറും എല്ലാം അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ വൈറ്റ് കബോർഡ് ഉണ്ടല്ലോ, അത് ഭയങ്കര പ്ലെയിനായിട്ട് കിടക്കണുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഐ ആഡഡ് ദീസ് റൗണ്ട് വാൾ സ്റ്റിക്കേഴ്സ് ടു ഗിവ് ഇറ്റ് സം പേഴ്സണാലിറ്റി.
ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കാം. ഫസ്റ്റ് നമ്മുടെ സൺറൈസിൻ്റെ ഷെൽഫ്സ്. കാക്കാക്ക് വേണ്ടി ദുബായിൽ നിന്ന് വാങ്ങിയിട്ട് പിന്നെ ഞാൻ തന്നെ അടിച്ചു മാറ്റിയ ഗ്ലാസ് ജാറ്, എ കപ്പിൾ ഓഫ് മൈ ഫേവറേറ്റ് ബുക്സ്, ഈജിപ്ത് പോയപ്പോൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങിയൊരു പിരമിഡിൻ്റെ സുവനീർ, സം ഡെക്കോർ പീസസ് ആൻഡ് എ ഫോട്ടോ ഫ്രെയിം ഐ DIY'd ഏർലിയർ. സത്യം പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഞാനൊരു 10 വട്ടെങ്കിലും വെച്ച് നോക്കിയിട്ടാണ് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ലുക്ക് കിട്ടിയത്. പിന്നെ നമ്മുടെ പിക്ചർ ഫ്രെയിം. ഈ യെല്ലോ ബോട്ടിൽ അന്ന് നമ്മൾ സ്പ്രേ പെയിൻറ്റ് ചെയ്തതാണ് ഓർമ്മല്ലേ. പിന്നെ ഇത് ഈ ഊതൊക്കെ സ്മോക്ക് ചെയ്യുന്ന ആ ഒരു സാധനം, ആൻഡ് ദിസ് ക്യൂട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്. ഇതാണ് ഞാൻ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞ മോൾട്ടി പ്രോമിസ് ചെയ്ത അവളുടെ DIY ഡ്രീം ക്യാച്ചർ. ഈ ഹാങ്ങിങ് വുഡൻ ഷെൽഫ് പ്ലേസ് ചെയ്യാൻ ഞാനൊരു സ്റ്റിക്കർ വാൾ ഹുക്കാണ് കേട്ടോ യൂസ് ചെയ്തത്. ബെഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ക്യൂട്ട് പ്രിൻ്റുള്ള ഒരു കോട്ടൺ ബെഡ്ഷീറ്റാണ്. എൻ്റെ ബെഡ് കുറച്ച് പഴയതും റഫൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു പഴയൊരു കംഫർട്ടർ ബെഡിൻ്റെ മുകളിൽ വിരിച്ചിട്ട് ഒന്ന് കുറച്ച് സോഫ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ ബെഡ്ഷീറ്റൊക്കെ സെറ്റ് ചെയ്തത്. ലുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് കുഷ്യൻസ് കൂടി ആഡ് ചെയ്തു. ഈ ഒരു യെല്ലോ ആൻഡ് വൈറ്റ് കുഷ്യൻ കവർ ഉണ്ടല്ലോ, ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ടൈഡ് ദ ഹോൾ റൂം ടുഗെദർ പെർഫെക്റ്റ്ലി. അറ്റ്ലീസ്റ്റ് ഒരു 3 കോമ്പിനേഷൻസ് എങ്കിലും ട്രൈ ചെയ്തിട്ടാണ് ഞാൻ ഇതിൽ സെറ്റിലായത്. ബെഡ് കുറച്ചുകൂടി കോസിയാക്കാൻ ഈ ഡബിൾ കളർ കംഫർട്ടും ഈ ബീജ് റഗ്ഗും വെച്ചപ്പോൾ ഒരു സഡൻ പിൻട്രസ്റ്റി വൈബ് പെട്ടെന്ന് അങ്ങ് വന്നിട്ടോ. നെക്സ്റ്റ് ഐ സ്റ്റൈൽ ദ ക്ലോത്തിങ് റാക്ക് വിത്ത് സം ഓഫ് മൈ ഫേവറേറ്റ് ലോങ് സ്ലീവ് ടോപ്സ് ആൻഡ് എവറിഡേ പീസസ്. മൂവി കാനഡയിൽ പോയപ്പോൾ ഒരു മോളിൽ ഇത് കണ്ടിട്ട് പെട്ടെന്ന് എന്നെ ഓർമ്മ വന്നെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഈ ക്യൂട്ട് ക്രിസ്മസ് സോക്സ്. ഐ നോ ഇറ്റ്സ് സച്ച് എ സ്മോൾ തിങ്, ബട്ട് ഇത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഇറ്റ് മേക്സ് മീ സ്മൈൽ എവറി ടൈം ഐ സീ ഇറ്റ്. ഇതെനിക്ക് പെയിൻറ്റ് ചെയ്യാനുള്ള ഒരു ക്യൂട്ട് ബുക്ക്. I also added these Polaroid style photos that I made using Snapstore. ഇതൊക്കെ എൻ്റെ ചില ഫേവറേറ്റ് പിക്ചേഴ്സ് ആണ് കേട്ടോ. ഇപ്പോൾ ഐ ക്യാൻ സീ ദം എവറി ഡേ. എനിക്കിങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള പോളറോയിഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ തപ്പി നടന്നിട്ടുണ്ടായിരുന്നു. സോ ഈ പോളറോയിഡ്സ് ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ് എങ്ങനെ ഞാൻ ചെയ്തതെന്ന് അറിയണമെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് ആൻഡ് ഐ വുഡ് ഹാപ്പി ടു മേക്ക് എ സെപ്പറേറ്റ് വീഡിയോ ഓൺ ദിസ് പ്രോസസ്. ഈ ലിറ്റിൽ ടോട്ടറോ ഉണ്ടല്ലോ, ഞാൻ ക്ലേ കൊണ്ട് കുറേ കാലം മുന്നേ ഉണ്ടാക്കിയതാണ്. ഷീ ഈസ് ബീൻ വിത്ത് മീ എവർ സിൻസ്. നെക്സ്റ്റ് ഈ വൈറ്റ് വാസും യെല്ലോ ടൂലിപ്സും വിച്ച് വെൻ പെർഫെക്റ്റ്ലി വിത്ത് ദ യെല്ലോ തീം ഓഫ് ദ റൂം. ഈ ചെറിയ ആർട്ടിഫിഷ്യൽ പ്ലാൻ ഓൺ ദ കോഫി ടേബിൾ ഫോർ എ ലിറ്റിൽ ടച്ച് ഓഫ് ഗ്രീനറി. ഇങ്ങനെയുള്ള ഈ ടൈനി ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അത് റൂം ഒന്നുകൂടി കോസി ആൻഡ് ലൈവ് ആക്കാൻ ഹെൽപ്പ് ചെയ്തു കേട്ടോ. ആൻഡ് ഫൈനലി ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് റൂം.
എൻ്റെ ഫോൺ ക്യാമറ എത്രത്തോളം ദ വേ ഐ സീ ഇറ്റ് ക്യാപ്ചർ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ബട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഒരു പിൻട്രസ്റ്റി കോസി വൈബ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇറ്റ് മേ നോട്ട് ബി പെർഫെക്റ്റ്, ബട്ട് ഇറ്റ് മേക്സ് മീ ഹാപ്പി. ആൻഡ് ചിലപ്പോഴൊക്കെ ദാറ്റ്സ് ഓൾ ദാറ്റ് മാറ്റേഴ്സ് അല്ലേ?